അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിൽ തങ്ങൾ മറ്റേത് തലമുറയെക്കാളും ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ. ചോദ്യപേപ്പർ ചോർച്ചയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം വിജയിച്ചതിനു ശേഷം രാജ്യത്ത് പല ഭാഗത്തും ജന ആൽഫ പ്രക്ഷോഭങ്ങൾ നടന്നത് ശ്രദ്ധേയമായിരുന്നു. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ചോദ്യം ചെയ്താണ് കുട്ടികൾ പ്രക്ഷോഭ രംഗത്തിറങ്ങിയത്. ഇപ്പോൾ ഇതാ ആ പ്രക്ഷോഭങ്ങൾക്ക് ഏകീകൃത സ്വഭാവം നൽകാൻ CJP രംഗത്ത് വരുന്നു. രാജ്യത്തെ ഗ്രാമീണ മേഖലകളിലെ സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഈ മാസം 15 മുതൽ രാജ്യവ്യാപക പ്രചാരണത്തിന് തുടക്കമിടുമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 15-ന് രാജ്യം സ്വാതന്ത്ര്യം നേടി 80 വർഷം തികയുകയാണ്. നമ്മുടെ പുതുതലമുറയെ വാർത്തെടുക്കേണ്ടുന്ന വിദ്യാലയങ്ങളാണ് ഈ 8 പതിറ്റാണ്ടിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട മേഖല എന്ന യാഥാർത്ഥ്യമുയർത്തിയാണ് CJP ഈ സമരം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇനി സ്കൂളുകൾ നന്നാക്കാനാണ് CJPയുടെ നീക്കം. അതിനായാണ് പുതിയ ക്യാമ്പയിൻ തുടങ്ങുന്നത്. എങ്ങനെ ഈ വിഷയം ഉയർന്നു വന്നു എന്ന് നോക്കിയാൽ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ വിദ്യാഭ്യാസത്തെയും സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ജൻസികളുടെ ജന്തർ മന്തർ സമരത്തിന് പിന്നാലെ ജൻ ആൽഫയുടെ പ്രതിഷേധങ്ങളാണ് ശക്തിപ്പെട്ടത്. 2 ആഴ്ച മുന്നേ ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലെ സർവോദയ ഇന്റർ കോളേജിലെ വിദ്യാർത്ഥികളാണ് സമരവുമായി ആദ്യം രംഗത്ത് വന്നത്. ഏകദേശം 1800ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ കുടിവെള്ളം, വൃത്തിയുള്ള ശുചിമുറികൾ, വൈദ്യുതി, ഫാനുകൾ, ഡെസ്ക്, ബെഞ്ച് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സർക്കാർ നൽകിയിട്ടുള്ള മെനു അനുസരിച്ചല്ല ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. മുൻപ് പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കുട്ടികൾ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയത്. നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരിച്ച് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഡോക്ടർ BR അംബേദ്കറിന്റെ ചിത്രങ്ങളും ക്രമീകരണങ്ങൾ മെച്ചപ്പെടുത്തൂ, കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കൂ എന്നൊക്കെ എഴുതിയ പ്ലക്കാർഡുകളുമായാണ് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തിയത്. പ്രതിഷേധം ശക്തമായതോടെ ജില്ലാ സ്കൂൾ ഇൻസ്പെക്ടർ രാകേഷ് കുമാറും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ചർച്ച നടത്തി. ഭൂരിഭാഗവും ആവശ്യങ്ങളും 24 മണിക്കൂറിനകം നടപ്പിലാക്കി തുടങ്ങുമെന്ന ഉദ്യോഗസ്ഥരുടെ രേഖാമൂലമുള്ള ഉറപ്പിലാണ് ഈ ഉപരോധം അവസാനിപ്പിച്ചത്. മഹാരാഷ്ട്രയിൽ ത്രയംബകേശ്വർ, ബഗ്ലവാഡി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ മോശം അവസ്ഥയിലുള്ള റോഡുകളുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടി പ്രതിഷേധിച്ചു. ഹമീർപൂരിൽ വിദ്യാർത്ഥികൾ തകർന്നതും ചെളി നിറഞ്ഞതുമായ റോഡിലൂടെ 5 കിലോമീറ്റർ തിരംഗയാത്ര നടത്തി കളക്ടറേറ്റിലേക്ക് മാർച്ച് ചെയ്തു. ഇതിനെ തുടർന്ന് ഭരണകൂടം നടപടിയെടുത്തു. ജബൽപൂരിൽ സ്കൂൾ ബസ് സർവീസ് ഇല്ലാത്തതിനെതിരെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. രാജസ്ഥാനിലെ ബാർമർ, ജാലോർ ജില്ലകളിലെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകരുടെ കടുത്ത ക്ഷാമത്തിനെതിരെയാണ് പ്രതിഷേധിച്ചത്. അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് പഠനത്തെയും പരീക്ഷാ തയ്യാറെടുപ്പിനെയും ബാധിക്കുന്നതായി വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. ബീഹാറിലെ ഗയയിലെ സിമുവാര മിഡിൽ സ്കൂളിലെ 40-ലധികം വിദ്യാർത്ഥികൾ മോശം നടത്തിപ്പിനും മതിയായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിനുമെതിരെയാണ് ടിക്കാരി സബ് ഡിവിഷണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിച്ചത്. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കുട്ടികൾ റോഡ്, ബസ്, വൈദ്യുതി, ഫാൻ, ശുചിമുറി, കുടിവെള്ളം, അധ്യാപകരുടെ കുറവ്, സ്കൂൾ ബെഞ്ച് ഇല്ലാത്തത്, ഡെസ്ക് ഇല്ലാത്തത്, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഉയർത്തിക്കാട്ടി സ്വയം ശബ്ദമുയർത്തുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് CJP അവരുടെ അടുത്ത സമരമുഖം തുറക്കുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ഡൽഹി ജന്തർ മന്ദറിൽ 36 ദിവസം നീണ്ട പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ CJP തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കാതെ യൂത്ത് മൂവ്മെന്റായി പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തതായി അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായ ആദ്യ ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത്. സ്കൂൾ ടീക് കരോ, അതായത് സ്കൂളുകൾ നന്നാക്കൂ ക്യാമ്പയിനാണ് ഇപ്പോൾ CJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ, സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15-ന് ക്യാമ്പയിന് തുടക്കമാകുമെന്ന് CJP നേതാവ് അഭിജിത്ത് ദീപ്കെ പറയുന്നു. കുട്ടികൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാമൂഹികവും ധാർമ്മികവുമായ ഉത്തരവാദിത്തം ഗ്രാമത്തലവന്മാരും രക്ഷിതാക്കളും ഏറ്റെടുക്കണം എന്നതാണ് CJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അന്നേ ദിവസം മഹാരാഷ്ട്രയിലെ തന്റെ സ്വന്തം ഗ്രാമമായ ഹിങ്കോളയിൽ എത്തി അവിടുത്തെ സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെടുത്താൻ ഗ്രാമമുഖ്യനോട് ആവശ്യപ്പെടുമെന്നാണ് ദീപ്കെ പറയുന്നത്. കഴിഞ്ഞ 80 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടതായി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രാമങ്ങളിലെ സർക്കാർ സ്കൂളുകളാണെന്ന് ദീപ്കെ പറയുന്നു. കുടിവെള്ളവും ശൗചാലയവും പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പല ഗ്രാമീണ വിദ്യാലയങ്ങളും. ഇത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നതാണ് അഭിജിത്ത് ദീപ്കെ ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ പാർലമെന്റും പ്രധാനമന്ത്രിക്കായി വസതിയും നിർമ്മിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ പുതിയ സ്കൂളുകൾ നിർമ്മിക്കാത്തതെന്ന് അഭിജിത്ത് ദീപ്കെ ചോദിക്കുന്നു.
കർഷകരുടെയും തൊഴിലാളികളുടെയും മക്കളെ രാജ്യത്തിന്റെ ഭാവിയായി നിങ്ങൾ കാണുന്നില്ലേ? ആ കുട്ടികൾക്കായി 80 വർഷമായി എന്തു ചെയ്തു? നഗരത്തിലെ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ എന്തുകൊണ്ടാണ് ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് നൽകാൻ കഴിയാത്തത് എന്ന് ദീപ് കെ ചോദിക്കുന്നു. हेलो एवरीवन, इस 15 अगस्त को हमारा 80th इंडिपेंडेंस डे है। लेकिन 80 इयर्स में अगर सबसे ज़्यादा कोई चीज़ निगलेक्ट हुई है, सबसे ज़्यादा कोई चीज़ इग्नोर की गई है, तो वो है हमारे गांव में जो सरकारी स्कूल होते हैं वो। 80 साल में हम लोगों ने गांव में जो स्कूल होते हैं उन पर ज़रा भी काम नहीं किया है। हमने नई पार्लियामेंट बना दी, नया PM हाउस बना दिया, तो हम नए स्कूल्स क्यों नहीं बना पाए हमारे गांव में? क्या हमारे गांव में जो किसान और मजदूर के बच्चे पढ़ते हैं उन स्कूलों में, क्या उन्हें हम अपने देश का भविष्य नहीं मानते? आज तक हमने उन बच्चों के लिए क्या किया और क्यों उनको हम आज तक वो फैसिलिटीज़ प्रोवाइड नहीं कर सके जो किसी बच्चे को एक बड़े सिटी में मिलती है? ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ പോകാൻ കുട്ടികൾ കിലോമീറ്ററുകൾ നടക്കേണ്ടി വരുന്നു. അവർക്ക് ആവശ്യമായ കുടിവെള്ളം, ടോയ്ലറ്റുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവിടെ ലഭ്യമല്ല. ഇതിൽ മാറ്റം വേണമെന്നതാണ് അഭിജിത്ത് ദീപ് കെ ചൂണ്ടിക്കാട്ടുന്നത്. ഗ്രാമങ്ങളിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനായി ഓഗസ്റ്റ് 15-ന് പുതിയ പോരാട്ടമാണ് തുടങ്ങുന്നത്. അതാണ് സ്കൂൾ ടീക്ക് കരോ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് സർപഞ്ച് ചലഞ്ചും സോഷ്യൽ ഓഡിറ്റും. ഗ്രാമങ്ങളിലെ സ്കൂളുകളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക്, അതായത് സർപഞ്ചുകൾക്ക്, CJPയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രത്യേക അംഗീകാരം നൽകുന്നതാണ് ഈ പദ്ധതി. സ്കൂളുകളുടെ പഴയതും പുതിയതുമായ ചിത്രങ്ങൾ സഹിതം ഇവരുടെ പ്രവർത്തനം പങ്കുവെക്കുന്ന സർപഞ്ച് ചലഞ്ച് ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. ഇതിനു പുറമെ രക്ഷിതാക്കൾ നേരിട്ട് വിദ്യാലയങ്ങൾ സന്ദർശിച്ച് വൈദ്യുതി, കുടിവെള്ളം, ശുചിമുറികൾ, ഉച്ചഭക്ഷണം എന്നിവയുടെ ലഭ്യത പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രിന്റബിൾ ഓഡിറ്റ് ഫോമും CJP പുറത്തിറക്കും. കുറവുകൾ കണ്ടാൽ വീഡിയോ ചിത്രീകരിച്ച് contact@cockroachjanataparty.org എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കാമെന്നും വീഡിയോയിൽ അഭിജിത്ത് ദീപ് കെ പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ സ്വന്തം വിദ്യാഭ്യാസ അവകാശങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി ശബ്ദമുയർത്തുന്നത് ശ്രദ്ധേയമായ മാറ്റമാണ്. അടിസ്ഥാന ആവശ്യങ്ങൾക്കായി കുട്ടികൾ തന്നെ പ്രതിഷേധിക്കേണ്ടി വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലെ പോരായ്മകളെയാണ് വ്യക്തമാക്കുന്നത്. അവരുടെ പ്രതിഷേധങ്ങളെ വെറും കുട്ടികളുടെ പരാതികളായി കാണാതെ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പായി കാണേണ്ടതുണ്ട്. സ്കൂൾ ടീക്ക് കരോ പോലുള്ള ക്യാമ്പയിനുകൾ CJPയുടെ നേതൃത്വത്തിലുള്ള ഏറ്റവും പ്രധാന ഉത്തരവാദിത്തപരമായ ഇടപെടലുകളിൽ ഒന്നായി കാണാം. അധികാരികൾ പരാജയപ്പെടുന്നിടത്ത് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനുള്ള ഇടപെടലാണ് CJP നടത്തുന്നത്. അധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുകയും പരിഹാരത്തിനായി ജനങ്ങളെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ CJP ഒരു പുതിയ ഉത്തരവാദിത്ത രാഷ്ട്രീയത്തിന്റെ മാതൃക മുന്നോട്ട് വയ്ക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.